ശ്രീ എം ജയചന്ദ്രൻ സാർ, താങ്കൾ പലപ്പോഴും ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കൃത്യമായി ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തണം, അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഗൂഢാലോചന വാദം ഒരു വശത്ത് പ്രശാന്ത് ഉന്നയിക്കുമ്പോൾ അവിടെ മറുവശത്ത് കെ മുരളീധരൻ പറഞ്ഞത് താങ്കളും കേട്ട് കാണുമല്ലോ. ഇത് താങ്കളുടെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു അന്വേഷണവും ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടായത്, അല്ലാതെ ഇപ്പോൾ ഒരു പെട്ടെന്നുണ്ടായതൊന്നുമല്ല. ഏതായാലും ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇതൊരു വലിയ ചോദ്യമല്ലേ? നേരത്തെ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ എ പത്മകുമാറും വാസുവും ഇപ്പോൾ PS പ്രശാന്ത് കൂടി ആ പട്ടികയിലേക്ക് വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച മുൻ ഭരണസമിതികൾ സംശയനിഴലാകുമ്പോൾ സ്വാഭാവികമായും ഇടതുമുന്നണിക്കും ധാർമ്മികമായി ചിലതൊക്കെ മറുപടി പറയേണ്ടി വരുന്നൊരവസ്ഥയിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പിന്നെ താങ്കളുടെ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞതിന്റെ ഒരു ചെറിയ മറുപടി താങ്കളുടെയും കൂടെ മുഖ്യമന്ത്രി സാറിന്റെ അതല്ല ഉദ്ദേശം സാർ. നേരത്തെ കെ മുരളീധരൻ പറഞ്ഞതാണ്, PS പ്രശാന്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയായി കെ മുരളീധരൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണല്ലോ എന്ന് പറഞ്ഞു. ആ പ്രയോഗമാണല്ലോ സാറിന്റെ മുഖ്യമന്ത്രി എന്നല്ല ഉദ്ദേശിച്ചത്. ക്ഷമിക്കണം സാർ, അതല്ല ഉദ്ദേശിച്ചത്. ഇപ്പോൾ വി ഡി സതീശൻ എന്റെയും കൂടെ മുഖ്യമന്ത്രിയാണ്, എന്റെയും മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. അങ്ങനെ കാണാവൂ, എങ്ങനെ കാണുന്നവരാണല്ലോ, അതൊന്നും ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇതിലെ പ്രശ്നം എന്താണ്? ഇതിലെ പ്രശ്നം ഇതിപ്പോ ഒരു കൾമിനേഷനിലേക്ക് വരികയാണ്. ഈ അന്വേഷണത്തിന് വരുമ്പോ കാണുന്ന വിചിത്രമായ വാദഗതികൾ. മന്ത്രിയെ പോലുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ പറയാം, ഈ മാസം 30-ാം തീയതി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കണം. ഇതാരാണ് അദ്ദേഹം അങ്ങനെയൊക്കെ പറയാൻ? അങ്ങനെ പറയാൻ അധികാരമുണ്ടോ ഒരു മന്ത്രിക്ക്? ഒരു സജഷനൊക്കെ ആണെങ്കിൽ വെക്കാം. ഇത് തീരുമാനിക്കേണ്ടത് ഹൈക്കോടതിയല്ലേ ലക്ഷ്മി? ഹൈക്കോടതി നിയമിച്ചിരിക്കുന്ന SIT ആണ്. അതിനെ മോണിറ്റർ ചെയ്യുന്നതും ഹൈക്കോടതിയുടെ ദേവസ്വം സ്പെഷ്യൽ ബെഞ്ചാണ്. അപ്പൊ അവര് ഓരോ 6 ആഴ്ചക്കാലവും, റജി 4 ആഴ്ച എന്നാ പറഞ്ഞത്, റജി അത് 6 ആഴ്ചയാണ് അവർ ആദ്യം കൊടുത്തത്. അപ്പൊ അതിനുശേഷം വേണ്ടി നീട്ടി കൊടുത്തിട്ടുണ്ട്. കൃത്യമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ, അവരുടെ വിശദമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നീട്ടിക്കൊടുത്തത്. ഇപ്പോഴും അടുത്ത മാസം 3-ാം തീയതി മറ്റാണെന്ന് തോന്നുന്നു അടുത്ത അവധിയായിട്ട് വെച്ചിരിക്കുന്നത്. അതും ഫൈനലല്ല, ഏതാണ്ട് അങ്ങോട്ട് അടുക്കുന്നു എന്നുള്ളതാണ്. ഇതിലിപ്പോ വരുമ്പോൾ കാണുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു ദേവസ്വം ബോർഡിന്റെ കാലാവധി 24 മാസമാണ്, 2 വർഷമാണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? സകലതും ദേവസ്വം ബോർഡിന്റെ തലയിലേക്ക് ചാർത്തി ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണം. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഈ ഉദ്യോഗസ്ഥന്മാരുടെ, ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ ഡെപ്യൂട്ടി കമ്മീഷണർ ഇരിപ്പുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കാലത്ത് അടക്കം അന്വേഷിക്കണമെന്നേ. അതാണ് വേണ്ടത്. ഉദ്യോഗസ്ഥന്മാരാണ് ബോർഡിനെ അഡ്വൈസ് ചെയ്യുന്നത്. ഇപ്പോ പിന്നെ ഈ മറ്റേ ഫയല് കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ ഇവിടെ ചെന്നൈയിലേക്ക് ഇത് കൊടുത്തു വിട്ടല്ലോ. ആരാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നീക്കുന്നത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരുമാണ്. അത് ഉദ്യോഗസ്ഥരാണ്. അവിടെ ജോലി ചെയ്തവർക്കറിയാം, ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നത്. കാര്യം ഈ ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ പെർമനന്റ് ബോഡിയാണ്. പക്ഷേ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് പിന്നെ ഓരോ 2 വർഷം കൂടുമ്പോൾ മാറുന്ന പിന്നെ സംവിധാനവുമാണ്. അപ്പൊ ഇവരെ നയിക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് എങ്ങനെയും വഴിതെറ്റിക്കാൻ കഴിയും അധികാരികളെ. അതറിയാത്ത ആൾക്കാരൊന്നുമല്ല ആരും. പക്ഷേ ഇത് രാഷ്ട്രീയമായ നേട്ടത്തിന് എളുപ്പം എന്താണ്? ബോർഡുകളെ പഴിചാരിയാൽ മതി. അപ്പൊ സമർത്ഥമായ ഉദ്യോഗസ്ഥർക്ക് രക്ഷപ്പെടാം. ഇപ്പൊ ഈ 2019 ഫയലുകൾ തരണം എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട്, പ്രശാന്തിന്റെ ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടപ്പോൾ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്ത് കൃത്യമായി അത് എത്തിച്ചു കൊടുത്തത് പ്രശാന്തിന്റെ ബോർഡല്ലേ? ആരെങ്കിലും രക്ഷിക്കാനായിട്ട് പ്രശാന്തും ബോർഡും ശ്രമിച്ചോ? ഇല്ലല്ലോ. അതെന്താണ് കാണാത്തതും പറയാത്തതും? അപ്പൊ ഈ 2025 ഇത്തരം ഫയൽ നീക്കങ്ങൾ നടക്കുമ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കേണ്ടത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് അംഗങ്ങളുമാണ്. അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡിൽ, അല്ലല്ലോ. അത് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ് സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കേണ്ടത്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് താങ്കളുടെ അറിവിലേക്കായി ഇത് അറിയിക്കുന്നു എന്ന് പറഞ്ഞ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ടെന്ന് ദേവസ്വം ബോർഡില്. അവരാണ് അറിയിക്കേണ്ടത്. അവരറിയിച്ചില്ല. എന്തുകൊണ്ട് അറിയിച്ചില്ല? അന്വേഷിക്കണം. അത് ജുഡീഷ്യൽ അന്വേഷണമെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം, CBI അന്വേഷണമെങ്കിൽ CBI അന്വേഷണം. അത് നടത്തണമെന്നേ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. കോടതി പറഞ്ഞിരിക്കുന്നത് വേണ്ട, SIT മതി. അപ്പൊ SIT ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് സത്യം പുറത്തു കൊണ്ടുവരണം. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട സകലതും ഈ കഴിഞ്ഞ ബോർഡുകളുടെ പുറത്തേക്ക് ചാർത്തിയാരെ എന്ന് പറഞ്ഞാൽ സത്യം വെളിയിൽ വരില്ല ലക്ഷ്മി. സത്യം വെളിയിൽ വരണമെങ്കിൽ ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള പ്രധാനപ്പെട്ട കക്ഷികളെ എല്ലാം പിടിക്കണം. അവരൊക്കെ എനിക്കറിയാം എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പൊ പിന്നെ ഒരാൾ മരിച്ചു പോയതിന്റെ പേര് പറയുന്നത് തെറ്റില്ല, മുരാരി ബാബു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം അടക്കമുള്ളവരെ സംബന്ധിച്ച് എന്തൊക്കെയാണ് അലിഗേഷൻസ് ഉള്ളത്
ഇല്ലേ? നിലവിൽ പിന്നെ പ്രതിപട്ടികയിൽ ഉള്ളവരും ഇല്ലാത്തവരും അടക്കമുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എനിക്കറിയാം. പക്ഷെ ഒരു ചർച്ചയിലായതുകൊണ്ട് ഞാൻ ആ മാന്യത കാണിക്കുന്നു, പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഉദ്യോഗസ്ഥർ അങ്ങനെ വെറുതെ വിടാനേ കഴിയില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് SIT ഈ ഘട്ടം കഴിഞ്ഞാൽ, അതായത് അവർക്ക് ഇതുവരെയുള്ള തെളിവുകളെ ശേഖരിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ഈ ഉദ്യോഗസ്ഥ മേധാവികളെ എല്ലാവരും പൊക്കും. അത് തന്നെയാണ് അവരുടെ നിലപാട്. ഞാൻ SIT ആയിട്ട് ബന്ധപ്പെട്ട ചിലരോട് അങ്ങനെ സംസാരിച്ചിട്ടുള്ളത് ഞാൻ പറയുകയാണ്. അത് തന്നെയാണ് അവരുടെ നിലപാട്. അവർക്കത് മനസ്സിലായിട്ടുണ്ട്. ഈ 2 വർഷം കാലാവധിയുള്ള ബോർഡിനെ മാത്രമല്ല ഈ കാര്യത്തിൽ പഴിചാരേണ്ടതും അന്വേഷണം നടത്തേണ്ടതും. അവരുടെ പേരുള്ള അന്വേഷണങ്ങളെല്ലാം നടത്തണം. ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തി ആവശ്യമായ കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരികയും വേണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് SIT. ഇതൊന്നും അറിയാതെ ഒരു മന്ത്രി ചുമ്മാ ചിലച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പ്രത്യേകിച്ചും ലീഡർ K. കരുണാകരന്റെ മകനായ മുരളീധരനെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ ഉത്തരവാദിത്തരഹിതമായി സംസാരിക്കുന്നത് കാണുമ്പോൾ ഖേദിക്കാനേ കഴിയൂ. അതെല്ലാം നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ഇങ്ങനത്തെ മന്ത്രി ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞു. 30-ാം തീയതിക്കകം SIT കുറ്റപത്രം സമർപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ കോടതിയിൽ പോയി പറയും അത്ര സർക്കാർ. എന്ത് പറയും? സർക്കാർ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ. സർക്കാരിന്റെ പ്രതിനിധിയായിട്ടുള്ള റജി ഉണ്ടല്ലോ, റജിയോട് പറയാം, റജി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചുണ്ട്, അവർ 2 പേരാണ് ഇത് മോണിറ്റർ ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്ന SITക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. മുൻ ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിക്കാൻ അവർക്ക് ബാധ്യതയില്ല, നിങ്ങളുടെ ഗവൺമെന്റ് നിർദ്ദേശം അനുസരിക്കാൻ SITക്ക് ബാധ്യതയില്ല. അവർ സ്വതന്ത്രമായിട്ടാണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ലക്ഷ്മി, ഇവിടെ ഈ ദേവസ്വം ബോർഡുകളെ അന്വേഷിച്ചോട്ടെ, പ്രശാന്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ അയാളെ. അത് ഞാൻ ഒരു 4-5 വട്ടമെങ്കിലും പ്രശാന്തോട് സംസാരിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ. എന്നോട് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുമുണ്ട്. അതെല്ലാം ഇവിടെ പറയേണ്ടതില്ല. പക്ഷേ എൻ്റെ കയ്യിലുള്ള ഞാൻ വിശ്വസിക്കുന്ന രൂപത്തിൽ പ്രശാന്ത് ശബരിമല കേസിൽ ഇടപാടിൽ ഈ സ്വർണ്ണ കവർച്ചാ കേസിൽ ഡയറക്റ്റ് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും തെളിവുകൾ അട്ടിമറിക്കാനോ ആരെങ്കിലും സഹായിക്കാനോ പ്രശാന്ത് ശ്രമിച്ചിട്ടില്ല എന്നാണ് വ്യക്തിപരമായ എന്റെ ബോധ്യം. പക്ഷേ എന്റെ വ്യക്തിപരമായ ബോധ്യം അല്ല ഇവിടെ പ്രശ്നം. SITയുടെ മുമ്പിലുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ് അവർക്ക് പ്രധാനം. അവരന്വേഷിക്കട്ടെ. ഒപ്പം ഈ ഉദ്യോഗസ്ഥ ബ്യൂറോക്രസിയുടെ ഇടപെടലും കൂടെ അന്വേഷിക്കണം എന്നാണ് എന്റെ ആവശ്യം.